Hi everyone, welcome back again. Hi, my vlogger. Hello. അപ്പോ ഇന്നത്തെ നമ്മുടെ യാത്ര സഞ്ചാരി റിയാദ് യൂണിറ്റിന്റെ കൂടെയാണ്. സഞ്ചാരി റിയാദ് യൂണിറ്റ് 25th ഇവന്റ് ഗ്രീൻ എസ്കേപ്പ്. റിയാദിൽ നിന്നും 200 കിലോമീറ്റേഴ്സ് അവേ മറാത്തിലുള്ള അൽ ദുഹൈയ ഹെറിറ്റേജ് മ്യൂസിയം, ഇവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ്. ഒരുപാട് ചരിത്രാവശേഷിപ്പുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് മറാത്തിലുള്ള ബീർ വലി. ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹു യമാമ യുദ്ധത്തിന് പോയപ്പോൾ ഇതുവഴിയാണ് പോയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. മുസൈലമത്തുൽ കല്ലാബ് എന്ന കള്ളപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധം പ്രഖ്യാപിച്ച യമാമ യുദ്ധം, ആ യമാമ യുദ്ധത്തിന് വേണ്ടി സ്വഹാബികൾ മറാത്ത് വഴിയാണ് പോയത് എന്നാണ് പറയപ്പെടുന്നത്. യമാമ യുദ്ധത്തിന്റെ വഴിവേളയിൽ മറാത്ത് വഴി കടന്നുപോയ സ്വഹാബികളും കൂട്ടരും ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതല്ല, സ്വഹാബികളും കൂട്ടരുമാണ് ഈ കിണർ നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ മറാത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ജുമ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഒക്കെ ഇവിടെ വഴി തന്നെ ഓൾറെഡി ഉണ്ട്. അവർ നമുക്ക് റൂട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വഴി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്. പക്ഷെ നമുക്ക് SUV തന്നെ വേണം നിർബന്ധമല്ല. നോർമൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറുകൾക്കൊക്കെ പോവാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഏകദേശം നമ്മൾ 1 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും ലൊക്കേഷനിൽ എത്തിച്ചേർന്നു. പിന്നെ ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ട്രെക്കിംഗ് ആണ്. അവിടുന്ന് ഒത്തിരി നടക്കാനുണ്ട് ആ മലഞ്ചെരുവിലേക്ക്. അപ്പോൾ ആ മല കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള ഒരു ഒയാസിസ്, ഒരു ചെറിയ ഒരു ഹിഡൻ ഒയാസിസ്, അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സഞ്ചാരി റിയാദ് യൂണിറ്റിൻ്റെ കൂടെ ഒരു യാത്ര പോകുന്നത്. കാരണം നമുക്കറിയാം കൊറോണയും അതുപോലെ ലോക്ക്ഡൗണും എല്ലാം ആയിട്ട് നമ്മൾ ട്രിപ്പെല്ലാം തൽക്കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഏകദേശം ഒക്കെ ഒന്ന് സെറ്റിലായി. അങ്ങനെ നമ്മൾ കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് അങ്ങനെ നടത്തിയൊരു ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ത്രില്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊക്കെ പോസ് ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ലഞ്ച് താഴേക്ക് ഇറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോഗ്രാംസ്. വളരെ ഭംഗിയുള്ള ഒരു മലഞ്ചെരിവ്. അപ്പോൾ അതിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം നല്ല ക്ലൈമറ്റും അതുപോലെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ആ ഒരു രസവും ഭയങ്കര ഫണ്ണായിരുന്നു.
അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ. അത്രയും വേണ്ട, ചെറുതാണ്. കുറച്ചിങ്ങളാണ്ട് ഇട്ടാലേ ആടിയൊക്കെ വളരെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ പറഞ്ഞ ഫസ്റ്റ് കയറി കുട്ടികൾക്ക് കുറച്ച് കൂടുതലാണ്. ഇയാള് ഫസ്റ്റ് കയറി ഇരുന്നാണ്. ഇയാള് ഫസ്റ്റ് കയറി അത് കുട്ടികളെ കൂടെ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ വേറെ എന്തോ കൊണ്ടുവച്ചതാണ്. അപ്പോൾ കേക്കിൻ്റെ ഷേപ്പൊക്കെ ചെറുതായിട്ടൊന്ന് പോയി. മുരിങ്ങനെല്ലാം കുറിച്ചല്ല മറ്റേ കഴിക്കണ്ടേ? എഡിറ്റർമാരുള്ളോണ്ട് എന്നാ കത്തില്ല കത്തി അതുകൊണ്ട് കിട്ടുകാർ നിങ്ങൾ വെക്കാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അവിടെ ബുദ്ധിമുട്ടാവില്ല, അവിടെ കുയ്യാണ്. നമ്മുടെ അടുത്ത് നമുക്ക് എടുത്ത് കഴിക്കാൻ അല്ലടാ പച്ചപ്പ് വെള്ളം കൂട്ടി കുടിച്ചോ. റാഫിയെ പന കൂട്ടിയെടുക്കണോ? പന കൂട്ടിയെടുക്കാൻ പറയാ. റാഫി റാഫി രണ്ട് കൈ പിടിക്കും. കാക്ക നോക്കിക്കോ. അല്ല മുടിയിലോ മാറി കൊടുക്ക്, മാറി കൊടുക്ക്, ബാക്ക്ഗ്രൗണ്ട് മാറി കൊടുക്ക്. ആയിട്ടില്ല എല്ലാരും പറ്റേ. ഓക്കെ ഹലോ അത് ആൾക്കാർ വില കൊടുക്കൂല. അതാരെങ്കിലും പറയണ്ടേ ജന്മദിന അപ്പം വിളിക്കാൻ സമയം. സന്തോഷ ജന്മദിനം ഉപ്പാക്കുമ്പോ
മുഖം കിട്ടില്ലല്ലോ മോളെ ലിസ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാവരും ആ പോണ്ടിൻ്റെ അടുത്ത് ഗ്രൂപ്പ് ഫോട്ടോക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്തു. खाऊंगी अब लाइक ऐसा करूंगी हाँ हाँ वो कहाँ का मेज है बैठती है पता नहीं ये इंडिया तो नहीं है ना इसलिए जा सकती എങ്ങനെ എണീക്കാ ചോദിക്കണ്ടായിരുന്നു, എങ്ങനെ എണീക്കാ ചോദിക്കുന്നു നിങ്ങൾ പോരി. അല്ല ഓനെ അല്ല റിവേഴ്സിനെക്കാളും എളുപ്പം മുന്നിൽ
അപ്പോൾ നമ്മൾ ലഞ്ചും ഫോട്ടോ സെഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അതുപോലെ ഈ പാറകളും അതിന് ചുറ്റുമുള്ള പാറകളും അതിനെ ഒത്തിരി നടന്ന് കാണാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ താഴേന്ന് എല്ലാവരും പിന്നെ മുകളിലേക്ക് തന്നെ കയറി. ഇവിടെ ആ മലഞ്ചെരുവിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ പോർഷനാണ്. ഇവിടെ നല്ല കാറ്റും അതുപോലെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫോട്ടോ സെഷൻ ആയിരുന്നു ഭയങ്കര. കാരണം റാഫി ആയിരുന്നു നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫർ. അപ്പോൾ അവന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം ഷറഫുക്കയും സൈബത്താത്തയും അത് കഴിഞ്ഞ് റാഷി കണ്ടോ, റാഷി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റാഷി അവൻ്റെ ഫോട്ടോ നല്ല കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രെയിമിലുള്ളവരൊക്കെ മുകളിലോട്ട് പറഞ്ഞേക്കുന്നത് കണ്ടോ. അതാണ് അപ്പോൾ ഇവിടെ പിന്നെ കുറേ നേരം ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ മലയുടെ മറ്റേ സൈഡിലേക്ക് നീങ്ങി.
നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ അവനീയാരകുമാരൻ സുഖലോലുപനാമി പുനൽ ഹദീസ് അധികാരം കൈവന്നപ്പോൾ അപ്പോൾ ഇതാ അടുത്ത ഫോട്ടോ സെഷൻ. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം വീണ്ടും റാഫിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് എല്ലാവരും. ഗുഹയിൽ നിന്ന് ഒരു നരി പുറത്തേക്ക് പോയി. അവിടെ എന്തോ എവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് ആയി എന്നാണ് ചായ പരിപാടിയോടുകൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഏകദേശം പ്രോഗ്രാംസ് ഒക്കെ തീർന്ന് നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മൾ ചായ വെച്ചിട്ട് എല്ലാവരും ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഓടാ ആള് വേണം അതോടും
അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളെല്ലാവരും അവിടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം നമ്മളെ പരിപാടി വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ ആ സമയത്ത് നമ്മളെ വേസ്റ്റുകളെല്ലാം നമ്മൾ കവറിലാക്കി. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ സഞ്ചാരിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പഠിച്ചൊരു പാഠമാണ്, അത് എവിടെ പോയാലും ഒരു വേസ്റ്റും അവിടെ നിക്ഷേപിക്കാതെ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വേസ്റ്റ് ബിന്നിൽ മാത്രം കളയുക. അതുപോലെ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ യാത്രയുടെ ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി അവിടെ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഏതൊരു മാലിന്യം അവിടെ നിക്ഷേപിക്കാതെ ആ ഭൂമിയെ അങ്ങനെ തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ, പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുന്നു. അപ്പം ഭൂമിയുടെ എവിടെ പോയാലും ഞങ്ങൾ ഏത് ട്രിപ്പിന് പോയാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒട്ടും നമ്മളെ അവിടെ മലിനമാക്കാതെ അതല്ലെങ്കിൽ ഒരു വേസ്റ്റ് പോലെ അവിടെ നിക്ഷേപിക്കാതെ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് അവിടെ നിന്നുള്ള ഓർമ്മകൾ മാത്രമായിട്ട് നമ്മൾ തിരിച്ചിറങ്ങണം. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് വൈൻഡ് അപ്പ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും സാദിഖ് നമ്മുടെ മെസ്സേജും അതുപോലെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനും നമ്മളെ ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കാറ്റായത് കാരണം എനിക്ക് അത് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ യാത്രയുടെ ലക്ഷ്യവും അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ മുന്നോട്ടുള്ള പദ്ധതികളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് സാദിഖ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റ് കാരണം അതൊന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും അതുപോലെ ഒത്തിരി സന്തോഷ നിമിഷങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു സായാഹ്നം. ഒരു കയ്യടി കൊടുക്കി മാക്സിമം ഈ തണുപ്പ് എൻജോയ് ചെയ്യുക. കൂടുതൽ ഇവന്റുകൾ മാക്സിമം തണുപ്പ് എൻജോയ് ചെയ്യുന്നതാണ്. നമ്മളൊരു ആക്റ്റീവ് മെമ്പർ എന്ന ബെന്നിന്റെ ഫാദർ ഒരു അനുശോചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒത്തിരി സ്നേഹം
Thank you so much for the entire team of Sanchari Riyadh unit, and hats off to the coordinators. Thank you so much for another wonderful trip. So thank you so much, and see you with another beautiful vlog. Thank you.